ആക്രമിക്കപ്പെട്ടത്. 6 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ പല്ലവി 8 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അവളെ അന്വേഷിച്ചിറങ്ങിയത്. എന്നാൽ പോലീസിൽ പരാതി കൊടുക്കാതെ നാട്ടുകാരുടെ സഹായത്തോടെയുള്ള തിരച്ചിലാണ് നടന്നത്. അടുത്ത ദിവസമാണ് പോലീസുകാർക്ക് പരാതി ലഭിക്കുന്നത്. എന്നാൽ പോലീസ് നടത്തിയ തിരച്ചിലിലും പല്ലവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. ഡിസംബർ 8-ന് ആ ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു നിന്നും പല്ലവിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കപ്പെട്ടു. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലാണ് പോലീസ് പല്ലവിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവളുടെ ആഭരണങ്ങളും കില്ലർ മോഷ്ടിച്ചിട്ടുണ്ട്. പല്ലവി കാലിൽ ധരിച്ചിരുന്ന കൊലുസിൽ A1 എന്നൊരു മാർക്കിംഗ് ഉണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു. ഇതോടെ ഇത്തരത്തിൽ മാർക്കിംഗ് ഉള്ള ഒരു കൊലുസ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലോ ഇനി ആരെങ്കിലും വിൽക്കാനായി വന്നാലോ ഉടനെ വിവരം അറിയിക്കണമെന്ന് ജ്വല്ലറി ഉടമകൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ഈ സമയത്ത് 1 മാസം മുൻപ് ദിവ്യയെ ആക്രമിച്ച വ്യക്തി തന്നെയാണോ പല്ലവിയെയും ആക്രമിച്ചത് എന്നുള്ള സംശയം പോലീസുകാർക്ക് വന്നു. പോലീസ് വീണ്ടും ദിവ്യയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്താണ് അവളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള വിവരം അറിയുന്നത്. ഇതോടെ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള സെക്സ് ഒഫൻഡേഴ്സിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. എന്നാൽ അന്ന് ചിത്രദുർഗയിൽ ക്രൈം റേറ്റ് വളരെ കുറവായിരുന്നതിനാൽ കുറച്ചാളുകൾ മാത്രമേ പോലീസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇതോടെയാണ് പുറത്തുനിന്നും ഏതോ ഒരു ക്രിമിനൽ ചിത്രദുർഗയിൽ എത്തിയിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് സംശയം വന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കില്ലർ പിടിയിലായതേയില്ല. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. പക്ഷെ അതിനോടകം പല്ലവിയുടെ കില്ലറിനെ കണ്ടെത്താൻ കഴിയാത്തത് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി വന്നു തുടങ്ങിയിരുന്നു. പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. ഇതേ തുടർന്ന് കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിനു ശേഷം ചിത്രദുർഗയിൽ സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും ആക്രമിക്കപ്പെടുകയോ അവരാ വിവരം പോലീസിൽ അറിയിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷിച്ചത്. കാരണം കില്ലർ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനാൽ പലരും അത് മറച്ചുവെക്കാൻ സാധ്യതയുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് ചിന്തിച്ചിരുന്നു. ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു വിക്ടിമിനെ കൂടി കണ്ടെത്തി. ആ വിക്ടിമാണ് ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത്. ചിത്രദുർഗയിലെ ഒരു പാൽക്കാരന്റെ മകളായിരുന്ന ഗീത എന്ന പെൺകുട്ടി 1996 ഡിസംബർ 4-നാണ് ആക്രമിക്കപ്പെട്ടത്. അതായത് പല്ലവിയെ കാണാതായതിന് 2 ദിവസങ്ങൾക്ക് മുൻപ്. ഗീത ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് ഗീതയുടെ അച്ഛൻ അടുത്തുള്ള സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കാൻ പോയ സമയത്ത് സഹായത്തിനായി ഗീതയും കൂടെ പോയിരുന്നു. അവർ പാല് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഗീതയുടെ അച്ഛൻ മരുന്ന് വാങ്ങാനായി ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി. ഗീത പതിയെ തനിച്ച് വീട്ടിലേക്ക് നടന്നു. ആളുകളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു റോഡിലേക്ക് എത്തിയപ്പോൾ ഗീതയുടെ ഓപ്പോസിറ്റായി ക്യാപ്പ് ധരിച്ചൊരു വ്യക്തി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഗീതയെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു.